ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിന് 24-ാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ കുട്ടികളുടെ ഈ ചന്തസ്ഥലത്തിരിക്കുന്ന കുട്ടികളുടെ കളിയോട് ഈശോ ആത്മീയതയെ ഉപമിക്കുകയാണ്. ഈശോയുടെ ഒരു പരാതി പറയുന്ന രീതിയിലാണ് പറയുന്നത്. ഈ തലമുറയുടെ മനുഷ്യരെ എന്തിനോട് ഞാൻ ഉപമിക്കേണ്ടത്? അവർ എന്തിനോട് തുല്യരാണ്? അവർ ചന്തസ്ഥലത്തിൽ നിന്ന് പരസ്പരം വിളിച്ചു പറയുന്ന കുട്ടികളെ പോലെയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല. ഇത് കൃത്യമായും ഇതിൻ്റെ ഒരു പാരലായിട്ട് ഈശോ അടുത്ത ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവരും പാനം ചെയ്യുന്നവരുമായി വന്നു. അപ്പോൾ ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെ പാപികളുടെ സ്നേഹിതനുമായ മനുഷ്യനെന്ന് നിങ്ങൾ അവനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ സ്നാപയോഹന്നാൻ ഭക്ഷിക്കാത്തവനും അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനായി വന്നു. അപ്പോൾ പിശാച് ബാധിതനെന്ന് നിങ്ങൾ പറഞ്ഞു. ഇങ്ങനെ റിജക്ഷൻ, ഈ ആത്മീയതയെ നിങ്ങൾ എതിർത്ത് ഉപേക്ഷിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുക. റിജക്ഷൻ ഓഫ് സ്പിരിച്വാലിറ്റി. രണ്ട് തരം സ്പിരിച്വാലിറ്റിയാണ് ഇവിടെ പറയുന്നത്. ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാന്നുള്ളതല്ല, രണ്ടും നമുക്ക് ആവശ്യമാണ്. അതായത് കുഴലൂത്തും ആവശ്യമാണ്, വിലാപഗാനവും ആവശ്യമാണ്. വിലാപഗാനത്തിന്റെ ആത്മീയത ആണ് സ്നാപയോഹന്നാൻ മുന്നോട്ട് വയ്ക്കുന്നത്. കുഴലൂത്തിന്റെ ആത്മീയതയാണ് ഈശോ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സ്നാപയോഹന്നാന്റെ പ്രഭാഷണം. അതേ സുവിശേഷത്തിലെ 5-ാം അധ്യായം എത്തുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഈശോ അഷ്ടസൗഭാഗ്യങ്ങൾ പറയുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം നമുക്കിത് കാണാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിനും 6-ാം അധ്യായത്തിലോട്ട് നമ്മൾ ഇതിനെ സ്നാപകന്റെയും ഈശോയുടെയും പ്രഭാഷണങ്ങൾ കാണുന്നത്. സ്നാപകന്റെ പ്രഭാഷണം, യേശുവിന്റെ പ്രഭാഷണം. അപ്പൊ ഈ രണ്ട് പ്രഭാഷണങ്ങൾ, രണ്ടുപേരുടെ പ്രസംഗങ്ങൾ, സ്നാപയോഹന്നാന്റെ പ്രസംഗം വിലാപത്തിന്റെ സ്പിരിച്വാലിറ്റിയാണ്, ഒരു സ്പിരിച്വാലിറ്റി ഓഫ് ലെമന്റേഷൻ, ഒരു വിലാപത്തിന്റെ ആത്മീയത. ഈശോയുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വാലിറ്റി ഓഫ് സെലിബ്രേഷൻ ആണ്, ഒരു ആനന്ദത്തിന്റെ ആത്മീയത. അപ്പൊ ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഇതിനെ എങ്ങനെ വായിച്ചു, നമ്മൾ ആഗമനകാലമൊന്നും തപസ്സുകാലമൊന്നും, ഈ ചെറിയ നോമ്പും വലിയ നോമ്പും എന്ന് പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് വലിയ നോമ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വിലാപത്തിന്റെ ആത്മീയതയാണ്. ഇങ്ങനെ അവനവനോട് തന്നെ ഉള്ളൊരു തർക്കത്തിൽ ഏർപ്പെട്ട് വിലാപത്തോടു കൂടി അവനവനെ തന്നെ തിരുത്തുവാനായിട്ടുള്ള ശ്രമത്തിൽ ഏർപ്പെടണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് സ്നാപയോഹന്നാൻ മുന്നോട്ട് വയ്ക്കുന്നത്, വളരെ കാര്യമായിട്ട്. പിന്നെ അത് ഒരാളെ തന്നെ റിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്പിരിച്വാലിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കും. അസെറ്റിക്, ഒരു സന്യാസ ആത്മീയത ആവശ്യമായിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിലാപഗാനം ആലപിച്ചു, നിങ്ങൾ വിലപിച്ചില്ല എന്ന് ഈശോ പറയുമ്പോഴത്തേക്ക് വിലാപം അത്യാവശ്യമാണ്. വിലാപത്തിന്റെ ഒരു ആത്മീയത ആവശ്യമായിട്ടുണ്ട്. അതായത് ഈശോ അതിനുശേഷം അത് ഒരുക്കുക, അതിനുശേഷമാണ് ഈശോ വരുന്നത്. ഈശോയുടെ സ്പിരിച്വാലിറ്റിയെ നമ്മൾ കാണുന്നത് സ്പിരിച്വാലിറ്റി ഓഫ് സെലിബ്രേഷൻ, സ്പിരിച്വാലിറ്റി ഓഫ് ഇൻക്ലൂഷൻ ആണ് യഥാർത്ഥത്തിൽ. അതായത് അവൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഈ നൃത്തത്തിൽ എല്ലാവരും വരുന്നുണ്ട്, എല്ലാവരോടും ഒരുമിച്ചാണ് നൃത്തം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ അടുത്ത ഭാഗത്ത് പറയുന്നത് മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനായിട്ട് വന്നൊരു സെലിബ്രേഷനാണ്. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. ഈ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന എന്ന് പറയുന്നത് ഈശോ മുന്നോട്ട് വെക്കുന്ന ഒരു സ്പിരിച്വാലിറ്റിയാണ്. അതിനകത്ത് പറയുന്നൊരു കാര്യം ഇതാണ്: അപ്പോൾ ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന് പറഞ്ഞു. ചുങ്കക്കാരും പാപികളും എല്ലാം അതിനകത്ത് കയറി. സ്പിരിച്വാലിറ്റി ഇൻക്ലൂഷനാണ് സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിനെ നമുക്ക് ഈ ചെറിയ നോമ്പും വലിയ നോമ്പും എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നത് കുംഭസാരത്തിന്റെയും കുർബാനയുടെയും സ്പിരിച്വാലിറ്റിയാണ്. ഈ കുംഭസാരത്തിന്റെ സ്പിരിച്വാലിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിലാപഗാനം ആലപിച്ചു, നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്നത്. നിങ്ങൾ വിലപിക്കണം, കുംഭസാരിക്കണം എന്ന് പറയുന്നതാണ് ഈ ഒരു ഇൻവിറ്റേഷൻ. ഈശോ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ക്ഷണം ഇതാണ്: ഞാൻ വിലാപഗാനം ആലപിച്ചു, നിങ്ങളത് ഏറ്റെടുത്തിട്ട് നിങ്ങൾ വിലപിക്കുന്നു, അതാണ് നിങ്ങളുടെ കുംഭസാരം. എന്നിട്ട് ഈശോ രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ്: നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുഴലൂതി, ആ മഹായാഗത്തിന്റെ ആ ബലിയുടെ കുഴലൂതി. അപ്പൊ ആ ബലിക്ക് നിങ്ങൾ അണഞ്ഞ് ആ ബലിയുടെ ആ ദിവ്യബലിയുടെ സെലിബ്രേഷനിലേക്ക് നിങ്ങൾ കയറണം. ആ സെലിബ്രേഷനിലേക്ക് വരുമ്പോൾ ഭക്ഷിക്കുന്നതിനും പാനം ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ മാറും. എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കുകയും എൻ്റെ രക്തം നിങ്ങൾ പാനം ചെയ്യുകയും ചെയ്യും.
അവിടെ ഇതിങ്ങനെ വിളമ്പുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരിക്കും. അവിടെ പാവികളും ചുങ്കക്കാരും എല്ലാവരും അതിനകത്തുണ്ടായിരിക്കും. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സെലിബ്രേഷനിലാണ് നിങ്ങൾ ആ സ്പിരിച്വാലിറ്റിയുടെ ഫുൾഫിൽമെന്റ്, ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പോകുന്നത്. ഇപ്പൊ രണ്ട് സ്പിരിച്വാലിറ്റികൾ ഈശോ മുന്നോട്ട് വെക്കുക. ഇതിന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാന്നുള്ളതല്ല. സ്നാപകന്റെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈശോയുടെ ചൂസ് ചെയ്യാന്നുള്ളതല്ല. ഈ രണ്ടും വേണം. സ്നാപകന്റെ ആത്മീയതയും വേണം, ഈശോയുടെ ആത്മീയതയും വേണം. ഇപ്പൊ സ്നാപകന്റെ ആത്മീയത എന്ന് പറയുമ്പോഴത്തേക്ക് ഈശോയിൽ നിന്നും വ്യത്യസ്തമായൊന്നല്ല, ഈശോയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കമാണ്. നമ്മൾ ആ 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിക്കും പറയുന്നുണ്ട്, സ്നാപകന്റെ പ്രഭാഷണം, അവന് പാത നേരെയാക്കുവിൻ, വളഞ്ഞ വഴികളൊക്കെ നേരെയാക്കുവിൻ, പരിപുരത്വം മൃദുവാക്കുവിൻ, കുന്നുകളൊക്കെ നിരത്തുവിൻ, കുഴികളൊക്കെ നികത്തുവിൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വഴി ഒരുക്കാനായിട്ട് പറയുന്ന ഒരു ആത്മീയത ഉണ്ട്. ഇത് അവനവനോട് തന്നെയുള്ള ഒരുക്കത്തിന്റെ ആത്മീയത. വിലപിച്ച് ഒരു ക്രമമൊക്കെ കൊണ്ടുവന്ന് നിഷ്ഠയുള്ള ആ ഒരു സെലിബ്രേഷന് വേണ്ടി തന്നെ തന്നെ ഒരുക്കിയെടുക്കുന്ന വിലാപത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വിലാപഗാനം ആലപിച്ചു, നിങ്ങൾ വിലപിച്ചില്ല എന്ന് ഈശോ പരാതി പറയുമ്പോൾ, ആ ഒരു കാലഘട്ടത്തിൽ ഈശോയ്ക്ക് മുന്നോടിയായിട്ട് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ വളരെ കാർക്കശ്യത്തോടു കൂടിയും ശക്തമായ ഭാഷയിലും സമയം സമാഗതമായെന്ന് വിളിച്ചു പറയുക, ഏലിയായുടെ ചൈതന്യത്തോടു കൂടി. അപ്പൊ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ആ നാട്ടിലെ മനുഷ്യനൊന്നും തിരുത്തുന്നില്ല. അവർ തിരുത്തിയിട്ടില്ല, അവർ ഒരുങ്ങിയിട്ടില്ല. ഒരു വഴി ഒരുക്കാനായിട്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞിട്ട് അവർ വഴി ഒരുക്കിയിട്ടില്ല. അവിടേക്കാണ് ഈശോ കടന്നു വരുന്നത്. ഇങ്ങനെ ഈശോ ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് സ്പിരിച്വാലിറ്റി പ്രസന്റ് ചെയ്യുക. ഈശോയുടെ സ്പിരിച്വാലിറ്റി നമ്മൾ ആ ചോസനൊക്കെ കാണുമ്പോഴത്തേക്ക്, ചോസൻ വെബ് സീരീസിലൊക്കെ, ഈശോയുടെ സിനിമകളിലൊക്കെ അതങ്ങനെ അവതരിപ്പിക്കുന്നു. ഈശോ ഇങ്ങനെ അവരോടൊപ്പം നൃത്തം ചെയ്തും പാട്ടുപാടിയും ഒക്കെ അവരോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടാണ് ഈശോ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഒരു സന്തോഷകരമായ രീതിയിലാണ്. അതും ചിലർക്ക് പിടിക്കുന്നില്ല. അതിലൂടെ എന്തൊരു വിമർശനമായിരുന്നത്. ഫരിസേയരും നിയമജ്ഞരും ഇങ്ങനെ മാറി നിന്ന് കുറ്റം പറയുക. അവരെന്തേ കാണിക്കുന്നത്? ഇതാണോ ആത്മീയത? ഇതാണോ ഭക്തി എന്ന രീതിയിൽ വിമർശിക്കുക. അപ്പം മിഴി തുറക്കും ആത്മീയതയുടെ ആഘോഷത്തിനായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശാലോം ടിവിയുടെയൊക്കെ അതിൻ്റെ ഒരു പ്രസന്റേഷനൊക്കെ നമുക്ക് കുറെ കാലം കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മിഴി തുറക്കും ആത്മീയതയുടെ ആഘോഷങ്ങളിലേക്ക്. അപ്പം ഇങ്ങനെ ആത്മീയത ഒരു ആഘോഷമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് അതൊരു സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളുന്ന ഒരു കാര്യമായിട്ട്, ഒരു പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദം, കുർബാന പങ്കെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, കുർബാന സ്വീകരിക്കുമ്പോൾ കിട്ടുന്നൊരു ആസ്വാദനം, ബൈബിള് വായിക്കുമ്പോൾ കിട്ടുന്നൊരു വെളിച്ചം, കൊന്ത ചൊല്ലുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ആശ്വാസം, ഇതൊക്കെ നമ്മൾ ആസ്വദിക്കാനായിട്ട് ആവശ്യപ്പെടുക. അതാണ് ഈ കുഴലൂത്തിന്റെ ആത്മീയത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല എന്ന് ഈശോ പരാതി പറയുക. പക്ഷെ നൃത്തം ചെയ്യണം. അവന്റെ ഈണങ്ങൾക്കൊത്ത് ചുവട് വെക്കുന്ന ഒരു ആത്മീയതയാണ് ആ ഒരു മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റിയിലേക്ക് ഈശോ നമ്മൾ ക്ഷണിക്കുക. ഒരു അസറ്റിക് സ്പിരിച്വാലിറ്റി, ഒരു എക്സ്റ്റസിക്, ഒരു മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റി. രണ്ട് ആത്മീയതയാണ്. ഒരു സന്യാസത്തിന്റെ നിഷ്ഠയോടുകൂടിയുള്ള, നിയമങ്ങളോടുകൂടി, നിയമനിഷ്ഠയോടും കാർക്കശ്യത്തോടും കൂടിയുള്ള അവനവനെ തന്നെ ഒരുക്കിയെടുക്കുവാനായിട്ട്, അവനവന്റെ മേൽ തന്നെ ഒരു വചനം ഒരു കൂടമായി, ഒരു ചുറ്റികയായിട്ടൊക്കെ ഉപയോഗിച്ച് അടിച്ച് ഒരുക്കിയെടുക്കുന്ന സ്പിരിച്വാലിറ്റി ഉണ്ട്. രണ്ടാമത്തത് ഒരു ഇൻക്ലൂഷൻ, സ്പിരിച്വാലിറ്റി ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് സെലിബ്രേഷൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ആഘോഷത്തിന്റെ ആത്മീയതയുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മളിതിനെ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ സ്നാപകന്റെയും യേശുവിന്റെയും സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ചെറിയ നോമിന്റെ വലിയ നോമിന്റെ സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കാം. കുറെ കൂടി ഭംഗിയായിട്ട് നമുക്ക് അതിനെ ജീവിക്കാൻ വേണ്ടി അർത്ഥമറിഞ്ഞുള്ള കുമ്പസാരത്തിന്റെയും കുർബാനയുടെയും സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ കുമ്പസാരിക്കുമ്പോൾ അവനവനോട് തന്നെ പുലർത്തുന്നൊരു നിഷ്ഠയുടെ പേരിൽ ഉണ്ടാകുന്ന വിലാപത്തിന്റെ സ്പിരിച്വാലിറ്റിയാണ്. അതിനുശേഷം കുർബാന എന്ന് പറയുന്നത് വെറുതെ ഒരു ആചാരം എന്ന രീതിയിലല്ല. കുർബാനയെ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കുമ്പോൾ ആ അപ്പം ആരെല്ലാമായിട്ടാണ് ഞാൻ പങ്കുവച്ചിരിക്കുന്നത്, ഈശോ പങ്കുവെച്ച് കൊടുത്തിരിക്കുന്നത്. ആ പള്ളിക്കകത്ത് എന്തോരം പേരുണ്ട്. ഈ പള്ളിക്കകത്ത് മാത്രമല്ല, പള്ളിക്കകത്ത് എത്തിയിട്ടില്ലാത്തവരുണ്ട്. ഇവരെല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ആഘോഷത്തിന്റെ ആത്മീയത നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ ഇങ്ങനെ സ്പിരിച്വാലിറ്റിയുടെ രണ്ട് തലങ്ങളെ ഈശോ അവതരിപ്പിച്ചിട്ട് പറയുകയാണ്, ഇത് രണ്ടും നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, രണ്ടും ഉൾക്കൊള്ളണം എന്ന് ഓർപ്പിക്കുന്ന ഒരു മനോഹരമായൊരു സുവിശേഷ ഭാഗമാണിത്. നമുക്ക് നമ്മുടെ ആത്മീയതയൊന്ന് ആത്മശോധന ചെയ്ത് നോക്കാം. വിലാപത്തിന്റെ അർത്ഥമറിഞ്ഞുള്ളൊരു കുമ്പസാരം നമ്മൾ നടത്തുന്നുണ്ടോ? ആഘോഷത്തിന്റെ അർത്ഥമറിഞ്ഞുള്ളൊരു ദിവ്യബലി നമ്മൾ പങ്കെടുക്കുന്നുണ്ടോ?
അല്ലെങ്കിൽ ആ ദിവ്യബലി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന, എക്സ്ക്ലൂഷൻസ് ഇല്ലാത്ത ഒരു സെലിബ്രേഷനായിട്ട് നമ്മുടെ ജീവിതം മാറുന്നുണ്ടോ? ഇതാണ് ഈ സുഷിമ നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ഒരു നല്ല പാഠം എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ വിലാപഗാനം ആലപിക്കുന്ന സ്നാപകനൊപ്പം വിലപിക്കുവാനും കുഴലൂതുന്ന യേശുവിനൊപ്പം നൃത്തം ചെയ്യുവാനുമുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.